നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. 19 പേരാണ് ഇതുവരെയും നാമനിർദ്ദേശ പത്രിക നൽകിയത്. നിലമ്പൂരിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് രാഷ്ട്രീയ മത്സരമെന്ന് ഇരു മുന്നണികളും അവകാശപ്പെടുന്നതെങ്കിലും NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും JPPM മുന്നണിയുടെ ലേബലിൽ മത്സരിക്കുന്ന PV അൻവറും സജീവമായി രംഗത്തുണ്ട്. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താണ് ആദ്യം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. M സ്വരാജും PV അൻവറും മോഹൻ ജോർജും തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് പഞ്ചായത്ത് തല പ്രചാരണ പരിപാടികളിലേക്ക് കടക്കും. രാവിലെ 8:30 പോത്തുകൽ പഞ്ചായത്തിന്റെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് പര്യടനം ഉദ്ഘാടനം ചെയ്യുന്നത്. LDF സ്ഥാനാർത്ഥി M സുരാജിന്റെ മണ്ഡല പര്യടനവും തുടരുകയാണ്. പ്രചാരണത്തിനായി മന്ത്രിമാരടക്കം മണ്ഡലത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി വീണ്ടും നിലമ്പൂരിലെത്തും. മണ്ഡലത്തിൽ തങ്ങളുടെ അടിസ്ഥാന വോട്ട് നിലനിർത്തുന്നതിനോടൊപ്പം ക്രൈസ്തവ വോട്ട് നേടുക എന്നതാണ് BJPയുടെ ലക്ഷ്യം. ഇതിനായി ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും സന്ദർശനം. എന്നാൽ വാശിയേറിയ തിരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി BJP ഇവിടെ അക്ഷീണം പ്രവർത്തിക്കുകയുണ്ടായേക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ആസൂത്രണം ചെയ്ത പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകലായിരിക്കും പ്രഥമ ലക്ഷ്യം.